കൺസിഡർ ചെയ്തു. ആ സബ്സ്ട്രേറ്റ് ഐദർ എൻ ഓർ പി സബ്സ്ട്രേറ്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ എൻ ഓർ പി സബ്സ്ട്രേറ്റിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓക്സിഡേഷൻ നടത്തി. ഓക്കെ, ഈ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് ഒരു PMOS ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ഒരു പി ഡിഫ്യൂഷൻ ഈ പർട്ടിക്കുലർ പൊസിഷനിൽ നമുക്ക് നടത്തണം. അപ്പോൾ ഈ പി ഡിഫ്യൂഷൻ നടത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പർട്ടിക്കുലർ ഏരിയ, ഏത് ഏരിയയിലാണ് പി ഡിഫ്യൂഷൻ നടത്തേണ്ടതെന്ന് സെലക്ട് ചെയ്യണം. അപ്പം ആ സെലക്ഷൻ നമ്മൾ നടത്തുന്നത് ഏത് പ്രോസസ്സ് വഴിയാണ്? നമുക്ക് ഏത് ഏരിയ, നിങ്ങൾ ചില അച്ചുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷേപ്പ്, ആ അച്ചിൻ്റെ ഷേപ്പിനനുസരിച്ചായിരിക്കും നമുക്ക് താഴെ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് കിട്ടുക. അതുപോലെ തന്നെ നമുക്ക് ഏത് പൊസിഷനിലാണ് നമുക്ക് നമ്മളുടെ പി ഡിഫ്യൂഷൻ നടത്തേണ്ടത് അല്ലെങ്കിൽ എൻ ഡിഫ്യൂഷൻ നടത്തേണ്ടത്, അത് സെലക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് നമ്മളുടെ ഫോട്ടോ ലിത്തോഗ്രാഫി അല്ലെങ്കിൽ ലിത്തോഗ്രാഫി പ്രോസസ്സ് എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ലിത്തോഗ്രാഫി പ്രോസസ്സിൻ്റെ കേസിൽ വാട്ട് ഈസ് ആക്ച്വലി വി ആർ ഡൂയിങ് മീൻസ്, ലിത്തോഗ്രാഫി എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്? ഈസ് ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് പാറ്റേൺ ഓർ pattern of geometric shape on mask to thin layer of radio-sensitive material known as resist covering the whole surface of a semiconductor substrate. അതായത് നമ്മൾ ആക്ച്വലി ഈ ലിത്തോഗ്രാഫി പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആക്ച്വലി ഒരു സബ്സ്ട്രേറ്റ്, ഇപ്പോൾ നമ്മൾ ഇതാണ് നമ്മുടെ സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ നമ്മൾ ഓൾറെഡി ഓക്സൈഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഓക്സൈഡ് ഡെപ്പോസിറ്റ് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇതിൻ്റെ തൊട്ട് മുകളിൽ, ഓക്സൈഡിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഫോട്ടോ റെസിസ്റ്റീവ് ലെയർ എന്ന് പറയുന്ന ലെയർ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഓക്കെ, ഇതൊരു ഫോട്ടോ റെസിസ്റ്റീവ് ലെയറാണ്. ഓക്കെ, ഈ ഫോട്ടോ റെസിസ്റ്റീവ് ലെയർ സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? നമുക്ക് ഈ ഫോട്ടോ റെസിസ്റ്റീവ് ലെയറിലേക്ക് നമ്മൾ ഒരു മാസ്ക് വഴി, നമുക്കറിയാം മാസ്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫെമിലിയർ ആണ്, അപ്പോൾ ഒരു മാസ്ക് വഴി നമ്മളുടെ ലൈറ്റ് എന്ത് ചെയ്യുന്നു? സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പം ഏത് പൊസിഷനിലാണോ നമുക്ക് മാസ്ക് എന്ന് പറയുന്നത്, ആ മാസ്കിൽ എന്തുണ്ടാവും? നമുക്ക് ഏത് ഷേപ്പിലാണ്, നമുക്കിപ്പോൾ നോക്കുവാണെങ്കിൽ ഈ ഒരു പൊസിഷനിലാണ് നമുക്ക് എന്ത് വേണ്ടത്? പി ഡിഫ്യൂഷൻ നടത്തേണ്ടതെന്ന് വിചാരിക്കുക. പി ഡിഫ്യൂഷൻ ഈ പൊസിഷനിൽ നടത്തേണ്ടെങ്കിൽ നമ്മളുടെ മാസ്കിൽ ഏത് പൊസിഷൻ മാത്രം ട്രാൻസ്പെറൻ്റ് ആയിരിക്കും? ഈ ഒരു പൊസിഷൻ മാത്രം ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അപ്പം ആ പൊസിഷനിൽ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലൈറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ ലൈറ്റ് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പൊസിഷൻ ഒപ്പാക്കായിരിക്കും, ഇതായിരിക്കും എന്ത്? ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പൊസിഷൻ. അപ്പോൾ ആ ട്രാൻസ്പെറൻ്റ് റീജിയനിൽ കൂടി ലൈറ്റ് എവിടെ എത്തും? നമ്മളുടെ ഈ ഫോട്ടോ റെസിസ്റ്റീവ് ലെയറിലേക്ക് നമ്മളുടെ ലൈറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കും? ഈ ഫോട്ടോ റെസിസ്റ്റീവ് ലെയർ എന്ന് പറയുന്ന ലെയറിന് എന്ത് സംഭവിക്കും? ഒരു കെമിക്കൽ റിയാക്ഷൻ അവിടെ നടക്കുകയും ആ നമ്മൾ ലൈറ്റ് സ്ട്രൈക്ക് ചെയ്യുന്ന ആ പൊസിഷൻ എന്ത് ചെയ്യും? ഡിസോൾവ് ആവുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പർട്ടിക്കുലർ പൊസിഷൻ മാത്രം എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാൻ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആകാൻ വേണ്ടി. അപ്പോൾ ഇത് നോക്കുക, ഇതാണ് നമ്മളുടെ ഡെപ്പോസിറ്റ്. നമ്മൾ ഓൾറെഡി ഓക്സൈഡ് ലെയർ ഡെപ്പോസിറ്റ് ചെയ്തു. ഇതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്തു? ഫോട്ടോ റെസിസ്റ്റീവ് ലെയർ നമ്മൾ എന്ത് ചെയ്തു? ഡെപ്പോസിറ്റ് ചെയ്തു. ഇനി ഇതിന് ശേഷം എന്ത് ചെയ്യുന്നു? നമ്മൾ ഒരു ലൈറ്റ്, ഒരു മാസ്ക് ത്രൂ, മാസ്കിൽ ഞാൻ പറഞ്ഞു ഈ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് ഒപ്പാക്കാണ്, ഈ പൊസിഷൻ ട്രാൻസ്പെറൻ്റ് ആണ്. അപ്പോൾ ഈ ലൈറ്റ് ഫുള്ളായിട്ടാണ് സ്ട്രൈക്ക് ചെയ്യുന്നതെങ്കിലും ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള റീജിയനിൽ കൂടി ലൈറ്റ് എവിടെ എത്തും? നമ്മുടെ ഫോട്ടോ റെസിസ്റ്റീവ് ലെയറിലേക്ക് എത്തും. ആ ഫോട്ടോ റെസിസ്റ്റീവ് ലെയറിലേക്ക് എത്തുന്ന ആ പർട്ടിക്കുലർ പൊസിഷനിലുള്ള ഫോട്ടോ റെസിസ്റ്റീവ് ലെയർ എന്താകും? നമുക്ക് അത് ഡിസോൾവ് ആവുകയും ആ പർട്ടിക്കുലർ പൊസിഷൻ നമുക്ക് സെലക്ട് ചെയ്യാനും പറ്റും. അപ്പം ഇതിന് തൊട്ട് താഴെയുള്ള റീജിയൻ എന്താണ്? നമുക്കിപ്പം ഈ ഫോട്ടോ റെസിസ്റ്റീവ് ലെയർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈ ഫോട്ടോ റെസിസ്റ്റീവ് ലെയർ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് സെലക്ട് ചെയ്യാനാണ്. നമുക്ക് നമ്മൾക്ക് പൊസിഷൻ, ഏത് പൊസിഷനിലാണ് നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോട്ടോ റെസിസ്റ്റീവ് ലെയർ നമുക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പൊസിഷന് താഴോട്ടുള്ള റെസിസ്റ്റീവ് ലെയർ നമ്മൾ എന്ത് ചെയ്യുന്നു? എച്ച് ചെയ്ത് കളയുന്നു. ഓക്കെ, ബൈ യൂസിങ് എച്ചിങ് പ്രോസസ്സ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിന് തൊട്ട് താഴെയുള്ള ഈ റീജിയന് നമ്മൾ ഈ റെസിസ്റ്റീവ് കോട്ടിങ്, റെസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൊസിഷനിലുള്ള ഓക്സൈഡ് ലെയർ നമ്മൾ റിമൂവ് ചെയ്യുന്നു ബൈ യൂസിങ് എച്ചിങ് പ്രോസസ്സ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഫോട്ടോ റെസിസ്റ്റ്
ആവശ്യമില്ലാത്ത ഫോട്ടോ റെസിസ്റ്റ് ലെയറും കൂടി റിമൂവ് ചെയ്യുന്നു. ഇപ്പം നമുക്ക് എന്ത് കിട്ടി? ഈ പർട്ടിക്കുലർ റെയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? സെലക്ട് ചെയ്യാൻ പറ്റി. അപ്പം റെസിസ്റ്റീവ് റിമൂവ് ചെയ്തിട്ട് നമുക്കിപ്പോൾ എന്തായി? നമുക്കിപ്പം ഒരു ഏകദേശം സ്ട്രക്ചറായി. നമ്മളുടെ ഒരു എൻമോസ് അല്ലെങ്കിൽ പിമോസ് ട്രാൻസിസ്റ്ററിന്റെ സ്ട്രക്ചർ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ സ്ട്രക്ചറിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെയാണ് നമുക്ക് ഡിഫ്യൂഷൻ, എൻ ഡിഫ്യൂഷൻ അല്ലെങ്കിൽ പി ഡിഫ്യൂഷൻ നമുക്ക് നടത്തേണ്ടത്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു ഫോട്ടോ റെസിസ്റ്റീവ് ലെയർ യൂസ് ചെയ്തിട്ട് അതായത് നമ്മളുടെ വേഫറിന്റെ മുകളിൽ എന്തുണ്ട്? ഫോട്ടോ റെസിസ്റ്റീവ് കോട്ടിംഗ് ഉണ്ട്. നമ്മൾ ലൈറ്റ് ഒരു മാസ്ക് ത്രൂ എങ്ങോട്ട് പാസ് ചെയ്യിക്കുന്നു? നമ്മളുടെ വേഫറിലേക്ക് പാസ് ചെയ്തിട്ട് നമുക്ക് ഏത് ലെയർ ആണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അത് റിമൂവ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ ഡെഫിനേഷൻ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്ക് ഇറ്റ് ഈസ് ആക്ച്വലി ദ പ്രോസസ് ഓഫ് ട്രാൻസ്ഫറിങ് പാറ്റേൺ ഓഫ് geometric shape on mask to thin layer of radio sensitive material known as resist കവറിങ് ദ വോൾ സർഫേസ് ഓഫ് സെമി കണ്ടക്ടർ. അതായത് നമ്മളുടെ വേഫറിന്റെ മുകളിൽ കവർ ചെയ്തിട്ടുള്ള ഫോട്ടോ റെസിസ്റ്റീവ് കോട്ടിങ്ങിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ലൈറ്റ് സ്ട്രൈക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളുടെ മാസ്കിന്റെ മുകളിലുള്ള എന്താണ്? മാസ്കിന്റെ മുകളിൽ പാറ്റേൺ ഉണ്ടാവും. ആ പാറ്റേൺ അനുസരിച്ചായിരിക്കും നമുക്ക് നമ്മളുടെ വേഫറിന്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ സെലക്ട് ചെയ്യാൻ നമുക്ക് പറ്റുക. അപ്പോൾ ഇത് ഈ പർട്ടിക്കുലർ പ്രോസസ്സിന് വേണ്ടി മാത്രമല്ല, എവിടെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യണം. അപ്പം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ റീജിയൻ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാസ്ക് നമ്മൾ ചൂസ് ചെയ്തിട്ട്, അതായത് നമ്മൾ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങളിപ്പം ഏതെങ്കിലും ഒരു ഷേപ്പ് നിങ്ങൾക്ക് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളൊരു മാസ്ക് നമ്മൾ അതിൻ്റെ ഒരു ഷേപ്പിൽ നമ്മളെന്താക്കുന്നു? ആ ഷേപ്പ് മാത്രം നമ്മൾ സെലക്ട് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മളിപ്പം കണ്ടത്, നമുക്ക് ഡിഫ്യൂസ് ചെയ്യേണ്ട റീജിയൻ, ഈ പി എന്ന് പറയുന്ന റീജിയൻ ഡിഫ്യൂസ് ചെയ്യേണ്ട റീജിയൻ സെലക്ട് ചെയ്തു. ഇനി ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ചില സ്ഥലത്ത് കോണ്ടാക്ട്, അതായത് മെറ്റൽ കോണ്ടാക്ട് വെക്കണം. ആ പൊസിഷൻ മാത്രം നമുക്ക് സെലക്ട് ചെയ്യാം. നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലിത്തോഗ്രാഫിക് പ്രോസസ്സ്. അപ്പം ലിത്തോഗ്രാഫിക് പ്രോസസ്സ് എന്ന് പറയുന്നത് നമുക്ക് സെലക്ട് ചെയ്യാൻ, ഒരു പർട്ടിക്കുലർ റീജിയനെ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നമ്മളുടെ ഫോട്ടോ ലിത്തോഗ്രാഫി പ്രോസസ്സ് എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആക്ച്വലി ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവം. നമ്മളുടെ റെസിസ്റ്റിൽ ഉള്ള, അതായത് നമ്മൾ എങ്ങോട്ടാണ് മാസ്കിൽ നിന്നും നമ്മളുടെ പാറ്റേൺ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു? നമ്മളുടെ റെസിസ്റ്റീവ് റീജിയനിലേക്ക് പാസ് ചെയ്യുന്നു. ഈ റെസിസ്റ്റീവ് റീജിയനിലെ പാറ്റേൺ എങ്ങോട്ട് ചെയ്യുന്നു? താഴോട്ടുള്ള ലെയറിലേക്ക് പാസ് ചെയ്യുന്നു. അപ്പം നമ്മൾ എങ്ങോട്ടാണ് പാറ്റേൺ, മാസ്കിലുള്ള പാറ്റേൺ നമ്മൾ എങ്ങോട്ടാണ് കൊടുക്കുന്നത്? റെസിസ്റ്റീവ് ലെയർ. ഈ റെസിസ്റ്റീവ് ലെയറിൽ നിന്നുള്ള പാറ്റേൺ എങ്ങോട്ട് പോകുന്നു? നമ്മളുടെ അണ്ടർലൈയിങ് ആയിട്ടുള്ള നമ്മളുടെ ഏതാണ്? ഓക്സൈഡ് ലെയർ ആണെങ്കിൽ ഓക്സൈഡ് ലെയറിലേക്ക്. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മൂവ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ലിത്തോഗ്രാഫി ഞാൻ പറഞ്ഞു നോട്ട് ഓൺലി ഫോർ ഇംപ്ലാന്റേഷൻ, അതായത് ഡിഫ്യൂഷൻ പ്രോസസ്സിന് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഫോർ ഡെപ്പോസിഷൻ ആൻഡ് അതർ ഡോപ്പിംഗ് പ്രോസസ്സസ് ഓൾസോ. ഓക്കെ, ചില സമയത്ത് സെലക്റ്റീവായിട്ട് നമുക്ക് പർട്ടിക്കുലർ റീജിയനെ റിമൂവ് ചെയ്യണം. അങ്ങനെയുള്ള കേസിലെല്ലാം നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മൾ ഈ ലിത്തോഗ്രാഫി എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മളുടെ മാസ്ക് ലിത്തോഗ്രാഫിയുടെ ആക്യുറസിക്ക് അനുസരിച്ചായിരിക്കും നമ്മളുടെ എന്തുണ്ടാവുക? നമ്മളുടെ ഈ IC-യുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഡിപ്പെൻഡ്സ് കംപ്ലീറ്റ്ലി ഓൺ ദ ലിത്തോഗ്രാഫി. ഓക്കെ, ആക്യുറസി ഓഫ് ലിത്തോഗ്രാഫി. ഓക്കെ, അപ്പം നമ്മൾ നെക്സ്റ്റ് ലിത്തോഗ്രാഫി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലിത്തോഗ്രാഫി ഈസ് ദർ. അപ്പം ഞാൻ ഇപ്പം പറഞ്ഞത് ഫോട്ടോ ലിത്തോഗ്രാഫി, ലൈറ്റ് വെച്ചിട്ടുള്ള ലിത്തോഗ്രാഫി മാത്രമല്ല ഉള്ളത്. ലിത്തോഗ്രാഫി എന്നാണ് നമ്മൾ ജനറലായിട്ട് നമ്മൾ ഈ ട്രാൻസ്ഫറിങ് പാറ്റേണിനെ നമ്മൾ പറയുന്നത് എങ്കിലും ഡിഫറെൻറ്റ് ലിത്തോഗ്രാഫി പ്രോസസ് ആർ ദർ. ഓക്കെ, അപ്പം നമ്മൾ ഇലക്ട്രോൺ ബീം ലിത്തോഗ്രാഫി ഈസ് ദർ, എക്സ്റേ ലിത്തോഗ്രാഫി ഈസ് ദർ. അതായത് നമ്മൾ ലൈറ്റ് സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, ലൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് ഈസ് ഫോട്ടോ ലിത്തോഗ്രാഫി എന്ന് പറയും. നമ്മൾ അതിന് പകരം എക്സ്റേ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ എക്സ്റേ ലിത്തോഗ്രാഫി എന്ന് പറയും. ഇലക്ട്രോൺ ബീം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിനെ ഇലക്ട്രോ ബീം ലിത്തോഗ്രാഫി എന്ന് പറയും. അപ്പം നിങ്ങൾക്ക് ചില സമയത്ത് ഇലക്ട്രോൺ ബീം ലിത്തോഗ്രാഫി ചോദിക്കും. അപ്പം നിങ്ങൾ ജനറലി ലിത്തോഗ്രാഫി മീൻസ് ഞാനിപ്പം പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇനി അപ്പോൾ നമുക്ക് ഫോട്ടോ ലിത്തോഗ്രാഫി എന്താണെന്ന് നോക്കാം. അപ്പം ഈ ഫോട്ടോ ലിത്തോഗ്രാഫി, ഫോട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ലൈറ്റ് എന്നാണ്.
ആൻഡ് ലിത്തോഗ്രാഫി മീൻസ് സ്റ്റോൺ റൈറ്റിംഗ്, ലൈറ്റ് സ്റ്റോൺ റൈറ്റിംഗ് എന്നാണ് ഈ ഫോട്ടോ ലിത്തോഗ്രാഫിയുടെ മീനിങ്. അപ്പം ആക്ച്വലി ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഈ ഫോട്ടോ ലിത്തോഗ്രാഫിക്ക് യൂസ് ചെയ്യുന്നത് ലൈറ്റ് സെൻസിറ്റീവ് റെസിസ്റ്റ് വിച്ച് ഈസ് ഓൺ ഡെപ്പോസിറ്റഡ് ഓൺ, അതായത് ഓക്സൈഡ് ലെയറിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഓക്സൈഡ് ലെയറിൻ്റെ മുകളിലാണ്, ഇതാണ് ഓക്സൈഡ് ലെയർ. ഈ ഓക്സൈഡ് ലെയറിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ എന്ത് ചെയ്യുന്നു, നമ്മളുടെ റെസിസ്റ്റീവ് കോട്ടിങ് ഇതിൻ്റെ മുകളിലായിരിക്കും ഉണ്ടാവുക. അപ്പം മാസ്ക് വഴി നമ്മൾ ലൈറ്റ് എങ്ങോട്ട് എക്സ്പോസ് ചെയ്യുന്നു, നമ്മളുടെ ഫോട്ടോ റെസിസ്റ്റീവ് ലെയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കുന്നു, നമുക്ക് നമ്മളുടെ പാറ്റേൺ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ ഒരു ലിത്തോഗ്രാഫി പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതിന് 2 സ്റ്റെപ്സ് ആണുള്ളത്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ മാസ്കിൽ നിന്നുള്ളത് പാറ്റേൺ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഫോട്ടോ റെസിസ്റ്റീവ് ലെയറിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്നു. ഈ ഫോട്ടോ റെസിസ്റ്റീവിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, വേഫറിലേക്ക് നമ്മളുടെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പം നമ്മൾ 2 പ്രോസസ്സാണ് ഈ ഫോട്ടോ ലിത്തോഗ്രാഫി പ്രോസസ്സിലുള്ളത്. നമ്മളുടെ മാസ്കിൽ നിന്നുള്ള പാറ്റേൺ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, നമ്മളുടെ ഫോട്ടോ റെസിസ്റ്റീവ് ലെയറിലേക്ക്. ഈ ഫോട്ടോ റെസിസ്റ്റീവ് ലെയറിൽ നിന്നും നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു, അത് വേഫറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പം ഒരു ഫോട്ടോ ലിത്തോഗ്രാഫി പ്രോസസ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ബേസിക് ആയിട്ട്, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. എന്തെങ്കിലുമൊക്കെ ചോദിക്കും, എന്താണ് ഫോട്ടോ ലിത്തോഗ്രാഫി, അല്ലെങ്കിൽ വാട്ട് ഈസ് ലിത്തോഗ്രാഫി എന്നൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ഓവർവ്യൂ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ലൈറ്റ് പാസിങ് ത്രൂ ദ പാറ്റേൺ, അതായത് ഇവിടുന്ന് ലൈറ്റ് ഇതാണ് നമ്മളുടെ പാറ്റേൺ എന്ന് വിചാരിക്കാം, മാസ്ക്. ഈ മാസ്കിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഡിഫറെൻറ്റ് ലിത്തോഗ്രാഫി പ്രോസസ്സ് ഉണ്ട്, അതൊക്കെ ഞാൻ പറയാം. നമുക്ക് ആ പാറ്റേൺ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇൻ ബിറ്റ്വീൻ നമ്മൾ ചിലപ്പോൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളുടെ ആ പാറ്റേണിലുള്ളത് നമ്മളുടെ മാസ്കിലുള്ളത് നമ്മളുടെ വേഫറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, ചിലപ്പോൾ നമ്മൾ ഒരു ലെൻസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ ഡിഫറെൻറ്റ് ഫോട്ടോ ലിത്തോഗ്രാഫിക് പ്രോസസ്സ് ഉണ്ട്. അത് ഞാൻ എന്താണെന്ന് പറയാം. നമ്മളുടെ വേഫറിൻ്റെ മുകളിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടാണ്, ശരിക്കും പറഞ്ഞാൽ ഫോട്ടോ റെസിസ്റ്റീവ് ലെയറിൽ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടാണ് അവിടെ പാറ്റേൺ ട്രാൻസ്ഫർ ഉണ്ടാകുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതാണ് നമ്മളുടെ ബേസിക് ആയിട്ടുള്ള പ്രോസസ്സ്. ഡെപ്പോസിഷൻ, ലൈറ്റ് ത്രൂ മാസ്കിൽ കൂടി എങ്ങോട്ട് പാസ് ചെയ്യുന്നു, നമ്മളുടെ ഫോട്ടോ റെസിസ്റ്റീവ് ലെയറിൽ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കുന്നു, നമുക്ക് നമ്മളുടെ പാറ്റേൺ റെസിസ്റ്റീവ് ലെയറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പാറ്റേൺ എങ്ങോട്ട് വരുന്നു, അണ്ടർലൈൻ. അതാണ് ഞാൻ പറഞ്ഞ്, ഫസ്റ്റ് മാസ്കിൽ നിന്നുള്ള പാറ്റേൺ റെസിസ്റ്റീവ് ലെയറിലേക്ക് വരുന്നു. ഈ റെസിസ്റ്റീവ് ലെയറിൽ നിന്നുള്ള പാറ്റേൺ, റെസിസ്റ്റീവ് ലെയറിൽ ഇപ്പോൾ ഒരു ഷേപ്പ് ഒന്നുമില്ലേ, ഈ റെസിസ്റ്റീവ് ലെയറിൽ നിന്നുള്ള പാറ്റേൺ നമ്മൾ ഓക്സൈഡ് ലെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ റീജിയണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളുടെ ഡിഫ്യൂഷൻ നടത്താൻ പറ്റും. ഇവിടെയാണ് നമ്മൾ ശരിക്കും എന്ത് ചെയ്യുന്നത്, ഡിഫ്യൂഷൻ നമ്മൾ ഈ പൊസിഷനിലാണ് നടത്തുന്നത്. അപ്പോൾ ഏത് ഏരിയയിലാണ് നമുക്ക് ഡിഫ്യൂഷൻ നടത്തേണ്ടത് എന്നുള്ളത് നമുക്ക് ഇതുവഴി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ബേസിക് ആയിട്ടുള്ള സംഭവം. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ, ചിലപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഇൻ ലിത്തോഗ്രാഫിക് പ്രോസസ്സ്. ഓക്കെ, ലിത്തോഗ്രാഫി പ്രോസസ്സിൻ്റെ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ, ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വേഫറിൻ്റെ മുകളിൽ, ഇപ്പം നമുക്ക് വേഫർ അല്ലെങ്കിൽ ഓക്സൈഡ് ലെയറിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ റെസിസ്റ്റീവ് ലെയർ കോട്ട് ചെയ്യണം. അപ്പോൾ ഈ റെസിസ്റ്റീവ് കോട്ട് ചെയ്യുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് ലിക്വിഡ് എമൽഷൻ വിച്ച് ഈസ് ആക്ച്വലി ഡെപ്പോസിറ്റഡ് ഓവർ ടു ദ എന്താണ് വേഫർ സർഫേസ് ഓർ ഓക്സൈഡ് ലെയർ. വേഫർ എന്നാണ് നമ്മൾ ജനറലായിട്ട് പറയുക. വേഫറിൻ്റെ മുകളിൽ ഓക്സൈഡ് ഉണ്ട്. ഓക്സൈഡിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഈ ലിക്വിഡ് എമൽഷൻ ആയിട്ടുള്ള റെസിസ്റ്റീവ് കോട്ടിംഗ് നമ്മൾ നടത്തുന്നു. അപ്പോൾ ഈ റെസിസ്റ്റീവ് കോട്ടിംഗ് നടത്തുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ സ്പിന്നിങ് പ്രോസസ്സാണ്. ഒരു സ്പിന്നർ യൂസ് ചെയ്തിട്ടാണ്. ആക്ച്വലി നിങ്ങൾക്കറിയാം, നമ്മൾ അത് ജസ്റ്റ് റൊട്ടേറ്റ് ചെയ്യുകയാണ്. വേഫർ solution that is applied silicon wafer in a device is called spinner. But actually നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ,
നമ്മളുടെ സബ്സ്ട്രേറ്റിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു സ്പിന്നർ യൂസ് ചെയ്തിട്ട് നമ്മളത് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ യൂണിഫോം ആയിട്ട് നമ്മളുടെ റെസിസ്റ്റീവ് ലെയർ ഏതിൻ്റെ മുകളിൽ ഡെപ്പോസിറ്റ് ആകും, നമ്മളുടെ വേഫർ സർഫേസിൻ്റെ മുകളിൽ നമ്മൾ ഡെപ്പോസിറ്റ് ആകും. ഓക്കെ, അപ്പം അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, ജസ്റ്റ് ഡെപ്പോസിഷൻ ഓഫ് റെസിസ്റ്റീവ് കോട്ടിംഗ്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് വാട്ട്, പ്രീ ബേക്കിംഗ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ റെസിസ്റ്റീവ് ലെയർ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, നമ്മളതിനെ ഒന്ന് ഹീറ്റ് ചെയ്യുന്നു. ഓക്കെ, ബേക്കിംഗ്. അപ്പം ആ ബേക്കിംഗ് പ്രോസസ്സാണ് നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുക. ഓക്കെ, അപ്പം ആ സെക്കൻഡ് സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ബേക്കിംഗ് ദ റെസിസ്റ്റ് ടു ഫോം സോളിഡ് ലെയർ. അത് ലിക്വിഡ് എമൽഷൻ ആണ്. അപ്പോൾ അതിനെ ഒന്ന് ജസ്റ്റ് സോളിഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഏകദേശം 100°C നമ്മളതിനെ ഓവനിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, ഇത് നമുക്കിപ്പോൾ എന്തായി, നമുക്ക് ഒരു ഫോട്ടോ റെസിസ്റ്റീവ് ലെയറായി. നമ്മൾ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, എക്സ്പോഷർ ത്രൂ മാസ്ക്. ഒരു മാസ്ക് വഴി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ ഫോട്ടോ റെസിസ്റ്റ് ലെയറിലേക്ക് നമ്മളുടെ ലൈറ്റ് എന്ത് ചെയ്യുന്നു, എക്സ്പോസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം ഈ ഫോട്ടോ റെസിസ്റ്റീവ് ലെയറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, മാസ്ക് ത്രൂ ആണ് നമ്മൾ ലൈറ്റ് എക്സ്പോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാസ്ക് എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് മാസ്ക് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ആക്ച്വലി നോർമലി മെയ്ഡപ്പ് ഓഫ് ക്വാർട്സ് വിത്ത് ക്രോം പ്ലേറ്റിംഗ്. ഓക്കെ, അപ്പോൾ ആക്ച്വലി നമുക്ക് മാസ്കിൻ്റെ കേസിൽ നമുക്ക് ചിപ്പിൻ്റെ അതേ സൈസിലുള്ള മാസ്കോ അല്ലെങ്കിൽ അതിൻ്റെ 5 ടൈംസോ 10 ടൈംസോ ഉള്ള മാസ്കോ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. നമുക്ക് കാണാൻ പറ്റും, നമുക്ക് മാസ്കിൻ്റെ അതേ സൈസിൽ ഉള്ള ഐസിയുടെ അതേ സൈസിലുള്ള മാസ്കാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതെപ്പോഴും ക്ലോസ് ആയിട്ടായിരിക്കും വെച്ചിരിക്കുന്നുണ്ടാവുക. അപ്പം അതിൻ്റെ കേസിൽ നമുക്ക് ഒരു 10 ടൈംസോ 5 ടൈംസോ അതിനേക്കാൾ വലിയ മാസ്ക് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇൻ ബിറ്റ്വീൻ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യിക്കാൻ നമ്മൾ ലെൻസ് യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഒരു നോർമലി നമ്മളുടെ മാസ്ക് എന്ന് പറയുന്നത് ഒരു 150 മില്ലിമീറ്റർ ഉള്ള ഒരു സ്ക്വയറാണ്. അത് ഉണ്ടാക്കിയിരിക്കുന്നത് കോഡ്സ് യൂസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഫ്യൂസ്ഡ് സിലിക്ക കോഡ്സ് യൂസ് ചെയ്തിട്ടാണ്. നമ്മളുടെ IC ഫാബ്രിക്കേറ്റ് ചെയ്യാൻ കോഡ്സൈറ്റ് യൂസ് ചെയ്തതുപോലെ തന്നെ ഏറ്റവും ഇത് സിലിക്ക യൂസ് ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസ്പെറൻസി തന്നെയാണ്. അതുപോലെ തന്നെ തെർമൽ എക്സ്പാൻഷൻ കോഎഫിഷ്യൻറ്റ് സ്മോൾ ആണ്. അതിൻ്റെ സർഫേസ് എന്ന് പറയുന്നത് ഫ്ലാറ്റും പോളിഷ്ഡുമാണ്. അതുപോലെ തന്നെ ഇറ്റ് വിൽ നോട്ട് അഫക്റ്റ് സ്ക്രാച്ച് ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ സ്ക്രാച്ച് ആയിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ലൈറ്റ് പോകുന്നതും അതിനെ അഫക്റ്റ് ചെയ്യും. പക്ഷേ കോഡ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ ഈ മാസ്കിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ട്രാൻസ്പെറൻറ്റ് ലെയറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ മാസ്ക് കണ്ടിട്ടുണ്ടാവും, അതിനകത്ത് ട്രാൻസ്പെറൻ്റ് ആയിട്ടും ഒരു പോർഷനുണ്ട്, ഒപ്പാക്ക് ആയിട്ടുള്ള പോർഷനുമുണ്ട്. ഒപ്പാക്ക് ലെയർ ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്, നമ്മളുടെ ക്രോമിയം യൂസ് ചെയ്തിട്ട് ഒപ്പാക്ക് ലെയർ ഉണ്ടാക്കുന്നു. അപ്പം നമ്മൾ ഒരു IC ഫാബ്രിക്കേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര മാസ്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും, ഓരോരോ പ്രോസസ്സിനും ഡിഫറെൻറ്റ് മാസ്ക് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഏകദേശം 15 to 20 മാസ്ക് നമ്മൾ ഏതിൻ്റെ ആവശ്യമുണ്ട്, നമ്മളൊരു പർട്ടിക്കുലർ IC ഫാബ്രിക്കേഷൻ സ്റ്റെപ്സിൽ 15 to 20 മാസ്ക് നമ്മൾ യൂസ് ചെയ്തിട്ട് ഓരോരോ പ്രോസസ്സിന് വേണ്ടി. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡെപ്പോസിഷന് വേണ്ടിയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ചില സമയത്ത് നമുക്ക് എന്ത് വേണ്ടി വരും, വേറെ ചില ആവശ്യത്തിന് വേണ്ടി നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടി വരും, നമുക്ക് മാസ്ക് യൂസ് ചെയ്യേണ്ടി വരും. അതായത് നിങ്ങൾക്ക് കോണ്ടാക്റ്റിന് വേണ്ടി ഇത് യൂസ് ചെയ്യേണ്ടി വരും, ഒരു പർട്ടിക്കുലർ ലെയർ സെലക്ട് ചെയ്യാൻ നമുക്ക് മാസ്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ഡിഫറെൻറ്റ് മാസ്ക് ആണ് ഇതിനെ ഫാബ്രിക്കേഷന് വേണ്ടി. ഞാൻ അതാ പറഞ്ഞത്, നമ്മളുടെ എത്രത്തോളം ലിത്തോഗ്രാഫി പെർഫെക്റ്റ് ആണോ അത്രയും പെർഫെക്റ്റ് ആയിരിക്കും നമ്മളുടെ IC എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ മാസ്ക്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് ഈ മാസ്കിനകത്ത് ഡിഫറെൻറ്റ് ഷേപ്സ് ഉണ്ട്. അപ്പോൾ ഇത് എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ഒപ്പാക്ക് ആയിട്ടുള്ള ലെയർ എന്ന് പറയുന്നത് ക്രോമിയം ആണെന്ന് പറഞ്ഞു. ഈ ട്രാൻസ്പെറൻ്റ് എന്ന് പറയുന്നത് നോർമലി ട്രാൻസ്പെറൻ്റ് ആണ് നമ്മുടെ സിലിക്ക. ഈ സിലിക്ക ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സിലിക്കൻ്റെ മുകളിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഷേപ്പിനനുസരിച്ച് അത് ഒപ്പാക്ക് ലെയർ നമ്മൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഒപ്പാക്കായിട്ട് യൂസ് ചെയ്യുന്നത് ക്രോമിയമാണ്. അപ്പോൾ ഇവിടെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ മാസ്കും നമ്മളുടെ വേഫറുമായിട്ട് അലൈൻ ചെയ്യുന്നത്
എങ്ങനെയാണോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പാറ്റേൺ ട്രാൻസ്ഫറിങ് വിച്ച് ഈസ് ആക്ച്വലി ഹാപ്പൻ. അപ്പം ഡിഫറെൻറ്റ് എക്സ്പോഷർ മെത്തേഡ്സ് വിച്ച് ഈസ് ആക്ച്വലി അവൈലബിൾ. അതായത് നമ്മളുടെ ലൈറ്റ് നമ്മളുടെ വേഫറിലേക്ക് എക്സ്പോസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് മെത്തേഡ് നമ്മളുടെ ലൈറ്റ് നമ്മളുടെ വേഫറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ഓക്കെ, ത്രൂ മാസ്ക്. ഓക്കെ, മാസ്ക് വഴി നമ്മളുടെ ലൈറ്റ് എക്സ്പോസ് ചെയ്യുന്നതിനനുസരിച്ചാണ് നമ്മൾക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് ആ പാറ്റേൺ എങ്ങോട്ട് ട്രാൻസ്ഫർ ആകുന്നത്, നമ്മളുടെ വേഫർ ലെയറിലേക്ക് ട്രാൻസ്ഫർ ആകും. അപ്പം നമുക്ക് ഈ എക്സ്പോഷർ മെത്തേഡ്സ് ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒരു ഫോട്ടോലിത്തോഗ്രാഫി പ്രോസസ്സിൻ്റെ ഡിഫറെൻറ്റ് എക്സ്പോഷർ മെത്തേഡ്സ്. അപ്പം അതിൻ്റെ ഡിഫറെൻറ്റ് എക്സ്പോഷർ മെത്തേഡ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് കോണ്ടാക്ട് അല്ലെങ്കിൽ പ്രോക്സിമിറ്റി പ്രിൻറ്റിങ്. അപ്പോൾ അതുപോലെ തന്നെ പ്രൊജക്ഷൻ പ്രിൻറ്റിങ്, അതുപോലെ തന്നെ പ്രൊജക്ഷൻ സ്കാനിങ്. അപ്പോൾ ഇതൊരു പ്രൊജക്ഷൻ പ്രിൻറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കി കാണും. കോണ്ടാക്ട് പ്രിൻറ്റിങ് എന്ന് പറയുന്നത് മാസ്കും അതുപോലെ തന്നെ നമ്മളുടെ വേഫറും കോണ്ടാക്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ലൈറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ്. അതായത് നമ്മളുടെ മാസ്കിൻ്റെയും നമ്മളുടെ വേഫറിൻ്റെയും സൈസ് ഏകദേശം സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ത്രൂ ലൈറ്റ് വഴി കോണ്ടാക്റ്റ് അത്രയും അപ്രോക്സിമേറ്റ്ലി ക്ലോസ് കോണ്ടാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം വേഫറും മാസ്കും ക്ലോസ് കോണ്ടാക്റ്റ് വെച്ചിട്ടുള്ള എക്സ്പോഷർ മെത്തേഡാണ്, ലൈറ്റ് എക്സ്പോസ് ചെയ്യുന്ന മെത്തേഡാണ് നമ്മളുടെ കോണ്ടാക്ട് പ്രിൻറ്റിങ് എന്ന് പറയുന്നത്. പ്രൊജക്ഷൻ പ്രിൻറ്റിങ് എന്ന് പറയുന്ന മെത്തേഡിൽ ആക്ച്വലി എന്താണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, വി ആർ ജസ്റ്റ് യൂസിങ്, അതായത് നമ്മൾ മാസ്കും നമ്മളുടെ വേഫറും തമ്മിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ആയിട്ട് ഉണ്ടാവുക. നമുക്ക് അതിനെ ഫോക്കസ് ചെയ്യാൻ, ഇപ്പോൾ ഈ എക്സ്പോസ് ചെയ്യുന്ന ലൈറ്റ് ത്രൂ മാസ്ക് നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് മാസ്ക് വിച്ച് ഈസ് ആക്ച്വലി എവേ ഫ്രം ദ വേഫർ സർഫേസ്. ദെർഫോർ ടു ഫോക്കസ് ദ ലൈറ്റ് ത്രൂ light from the mask which is actually focused by a focusing lens. Okay, that is actually projection. അപ്പോൾ നിങ്ങൾക്ക് പേരിൽ നിന്ന് തന്നെ അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകും. കോണ്ടാക്ട് പ്രിൻറ്റിങ് എന്ന് പറഞ്ഞാൽ കോണ്ടാക്ട് ആയിട്ടായിരിക്കും ഉണ്ടാവുക. പ്രൊജക്ഷൻ പ്രിൻറ്റിങ് മീൻസ് പ്രൊജക്റ്റ് ചെയ്യുന്നു, നമ്മളുടെ ലൈറ്റ് മാസ്കിൽ കൂടി വരുന്ന ലൈറ്റിനെ നമ്മൾ വേഫറിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുന്നത് ത്രൂ ലെൻസ് വഴിയാണ്. ഓക്കെ, അപ്പം ഇത്രയും ആണ് നമ്മൾ എക്സ്പോഷർ ത്രൂ മാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം റെസിസ്റ്റ് കോട്ട് ചെയ്തു, പിന്നെ പ്രീ ബേക്കിംഗ് നമ്മൾ ബേക്ക് ചെയ്തു, അതിനുശേഷം എക്സ്പോഷർ ചെയ്തു. എക്സ്പോഷറിൻ്റെ സമയത്താണ് നമ്മൾ എന്തൊക്കെയാണ് എക്സ്പോഷർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, ലൈറ്റ് വേണം, മാസ്ക് വേണം. അപ്പോൾ ഈ ലൈറ്റ് എക്സ്പോസ് ചെയ്യുന്ന മെത്തേഡ്സ് ഇതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു. എങ്ങനെയാണ് കോണ്ടാക്ട് പ്രിൻറ്റിങ്, പ്രൊജക്ഷൻ പ്രിൻറ്റിങ്, അതുപോലെ തന്നെ പ്രൊജക്ഷൻ സ്കാനിങ് എന്ന് പറഞ്ഞ മെത്തേഡ്സ്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ റെസിസ്റ്റ് ഡെവലപ്മെൻറ്റ്. അപ്പം ഈ ലൈറ്റ് എക്സ്പോസ് ചെയ്യുന്നതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് സംഭവിക്കും, റെസിസ്റ്ററിന് വേരിയേഷൻ ഉണ്ടാവും, അതായത് ഒരു ലിക്വിഡ് എമൽഷനാണ്. ആ ലിക്വിഡ് എമൽഷന് എന്ത് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്, ലൈറ്റ് എക്സ്പോസ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കെമിക്കൽ റിയാക്ഷൻസ് വിച്ച് ഈസ് ആക്ച്വലി ഹാപ്പൻസ്, ദാറ്റ് വിൽ കറസ്പോണ്ട്സ് ടു സെലക്റ്റഡ് റീജിയണിൽ, നമ്മൾ ലൈറ്റ് എക്സ്പോസ് ചെയ്യുന്ന റീജിയണിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് ആ പർട്ടിക്കുലർ റെസിസ്റ്റ് എന്താകും, ഡിസോൾവ് ആവും. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ പോസ്റ്റ് ബേക്കിംഗ് ഓഫ് റെസിസ്റ്റർ. ഓക്കെ, പോസ്റ്റ് ബേക്കിംഗ് റെസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി എന്താണ്, റെസിസ്റ്ററിനെ ബേക്ക് ചെയ്യുന്നു. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ റെസിസ്റ്ററിൻ്റെ ഇനേർട്ട്നെസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ, അതായത് നമുക്ക് ആക്ച്വലി നിങ്ങൾ കണ്ടു ഇവിടെ നമ്മൾ ഈ പാറ്റേൺ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എന്താണ് റെസിസ്റ്റ് ലെയേഴ്സ് ഇവിടെ ഉള്ളതിനെ നമ്മൾ റിമൂവ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാക്കി ഏതുണ്ട്, ഈ പർട്ടിക്കുലർ പൊസിഷനിലെല്ലാം റെസിസ്റ്റീവ് ലെയേഴ്സ് അതേപോലെ ഉണ്ട്. അപ്പം ഇതിനെ വീണ്ടും ഒന്ന് ഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇനേർട്ട്നെസ് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, വീണ്ടും ഒന്ന് ഹീറ്റ് ചെയ്യുന്നു. അപ്പം അതാണ് നമ്മളുടെ അടുത്ത മെത്തേഡ്, പോസ്റ്റ് ബേക്കിംഗ് ഓഫ് റെസിസ്റ്റ്. ഓക്കെ, പിന്നെ സെലക്റ്റീവ് റിമൂവൽ ഓഫ് മെറ്റീരിയൽ, അതാണ് നമ്മളുടെ അടുത്ത സ്റ്റെപ്സ്. ഓക്കെ, അപ്പം ഇതാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഒരു ലിത്തോഗ്രാഫിക് പ്രോസസ്സ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് പറയുക, റെസിസ്റ്റീവ് കോട്ടിംഗ്, പ്രീ ബേക്കിംഗ്, എക്സ്പോഷർ ത്രൂ മാസ്ക്, റെസിസ്റ്റ് ഡെവലപ്മെൻറ്റ്, പോസ്റ്റ് ബേക്കിംഗ്,
ആൻഡ് സെലക്റ്റീവ് റിമൂവൽ ഓഫ് മെറ്റീരിയൽ. ഓക്കെ, ദീസ് ആർ ദ ഡിഫറെൻറ്റ് സ്റ്റെപ്സ്. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഈ ലിത്തോഗ്രാഫി സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ചില ടേംസ് ആണ്. അതൊക്കെയാണ് റെസൊല്യൂഷൻ. അപ്പം നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറയുടെ റെസൊല്യൂഷൻ എന്ന് പറയുന്ന പോലെ തന്നെ ഇതിൻ്റെയും റെസൊല്യൂഷൻ എന്ന് പറയുന്നത് എത്രത്തോളം ആക്യുറേറ്റ് ആയിട്ട് നമ്മളുടെ ഫോട്ടോ റെസിസ്റ്റ് ലെയറിന് നമ്മളുടെ പാറ്റേണിനെ നമ്മളുടെ എങ്ങോട്ട് നമ്മളുടെ വേഫറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഈ റെസൊല്യൂഷൻ എന്ന് പറയുക. അതായത് ഫോട്ടോ റെസിസ്റ്റീവ് ലെയറിൽ നിന്നാണ് നമ്മൾ പാറ്റേൺ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, നമ്മളുടെ വേഫറിൻ്റെ അല്ലെങ്കിൽ ഓക്സൈഡ് ലെയറിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പം ഈ ഫോട്ടോ റെസിസ്റ്റീവ് ലെയറിന്, അതായത് നമ്മളെ മാസ്കിലുള്ള പാറ്റേൺ ഫോട്ടോ റെസിസ്റ്റീവ് ലെയറിലാണുള്ളത്. ഈ ഫോട്ടോ റെസിസ്റ്റീവ് ലെയറിൽ നിന്നാണ് പിന്നെ എങ്ങോട്ട് പോകുന്നത്, നമ്മളുടെ ഓക്സൈഡ് ലെയറിലേക്ക് പോകുന്നത്. അപ്പം ആ ഓക്സൈഡ് ലെയറിന് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് ഫോട്ടോ റെസിസ്റ്റീവ് ലെയറിന് എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നമ്മളുടെ പാറ്റേണിനെ നമ്മളുടെ ഓക്സൈഡ് ലെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് ടേമാണ് റെസൊല്യൂഷൻ. അതിൻ്റെ എബിലിറ്റിക്കാണ്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ടേം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എത്രത്തോളം ആക്യുറേറ്റ്ലി പാറ്റേൺ ഓൺ സക്സസീവ് മാസ്ക് ക്യാൻ ബി അലൈൻഡ്. അതായത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരു പർട്ടിക്കുലർ പ്രോസസ്സിൻ്റെ കേസിൽ ഒരു പർട്ടിക്കുലർ IC ഫാബ്രിക്കേഷൻ പ്രോസസ്സ് നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോൾ ഒരു 15 to 20 മാസ്ക് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ മാസ്ക് അലൈൻ ചെയ്യുന്നത് പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രമേ, ഒരെണ്ണം അലൈൻ ചെയ്ത് അടുത്തത് അത് കറക്റ്റായിട്ട് അലൈൻമെൻറ്റ് നടന്നിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ ആ ഫാബ്രിക്കേഷൻ എന്ന് പറയുന്നത് എന്താവും, ഫെയിലിയർ ആവും. അപ്പം എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾ മാസ്ക് അലൈൻ ചെയ്തിരിക്കുന്നത് അതിനെയാണ് നമ്മൾ രജിസ്ട്രേഷൻ എന്ന് പറയുക. അതുപോലെ ത്രൂപുട്ട് എന്ന് പറയുന്ന ടൈം നമുക്കറിയാം. ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്, എത്ര ത്രൂപുട്ട് എന്ന് പറഞ്ഞാൽ എത്ര വേഫർ നമുക്ക് ഒരു അവറിൽ നമുക്ക് പ്രോസസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറയുന്നതാണ് ത്രൂപുട്ട് എന്ന് പറയുന്ന ടൈം. ഓക്കെ, നമ്പർ ഓഫ് വേഫേഴ്സ് പ്രോസസ്ഡ് പെർ അവർ വിച്ച് ഈസ് ആക്ച്വലി നോൺ ആസ് എന്താണ്, ത്രൂപുട്ട്. അപ്പം ഇതാണ് ഡിഫറെൻറ്റ് ടൈംസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഡിഫറെൻറ്റ് ലിത്തോഗ്രാഫി പ്രോസസ്സ് ഉണ്ട്. നമ്മൾ ലൈറ്റ് യൂസ് ചെയ്തിട്ടുള്ള ലിത്തോഗ്രാഫി ആണെങ്കിൽ ഫോട്ടോ ലിത്തോഗ്രാഫി എന്ന് പറയുന്നു. അതായത് UV ലൈറ്റ്, UV ലിത്തോഗ്രാഫി എന്നാണ് നമ്മൾ നോർമലായിട്ട് പറയുക. അപ്പം ഫോട്ടോ ലിത്തോഗ്രാഫി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലിത്തോഗ്രാഫി പ്രോസസ്സ്, ഫോട്ടോ എന്ന് പറയുന്നത് ലൈറ്റ്. അപ്പം നിങ്ങൾ UV ലിത്തോഗ്രാഫി ഈസ് ദർ, എക്സ്റേ ലിത്തോഗ്രാഫി ഈസ് ദർ, ഇലക്ട്രോൺ ബീം ലിത്തോഗ്രാഫി ഈസ് ദർ, അയൺ ബീം ലിത്തോഗ്രാഫി ഈസ് ദർ. ഇങ്ങനെ ഡിഫറെൻറ്റ് ലിത്തോഗ്രാഫി പ്രോസസ്സ് ഉണ്ട്. അപ്പം UV ലൈറ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അതിനെ UV ലിത്തോഗ്രാഫി എന്ന് പറയും. നമ്മൾ എക്സ്റേ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് നോക്കാം, എക്സ്റേ ലൈറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എക്സ്റേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ, എക്സ്റേ റേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേവ് ലെങ്ത് വളരെ ഷോർട്ടറാണ്. അതുപോലെ തന്നെ റെസൊല്യൂഷൻ അത്രത്തോളം ഇപ്പം നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുന്ന ടേംസ് എല്ലാം നിങ്ങൾ മനസ്സിലായി. റെസൊല്യൂഷൻ ഹൈ ആണ്. റിഡക്ഷൻ ഓഫ് സർക്യൂട്ട് ഡയമെൻഷൻ ക്യാൻ ബി ഡൺ. ഓക്കെ, അപ്പം എക്സ്റേ ലിത്തോഗ്രാഫി എന്താണെന്ന് മനസ്സിലാക്കുക. UV ലിത്ത് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇലക്ട്രോൺ ബീം ലിത്തോഗ്രാഫി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ട്രോൺ ബീം ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോൺസ്, ഇലക്ട്രോൺ ബീം എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ കേസ് നിങ്ങൾക്കറിയാം. ഒരു ഫാസ്റ്റ് ഇലക്ട്രോണിൻ്റെ സ്പീഡ് വളരെ ഫാസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, ഇലക്ട്രോൺ ലിത്തോഗ്രാഫി യൂസ് ചെയ്യുകയാണെങ്കിൽ, ഇലക്ട്രോൺ ബീം ലിത്തോഗ്രാഫി യൂസ് ചെയ്യുകയാണെങ്കിൽ വി ഡോണ്ട് നീഡ് എനി മാസ്ക്. അതായത് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഇലക്ട്രോൺ പിക്ചർ ട്യൂബൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിക്ചർ ട്യൂബിൽ നമ്മൾ ഇലക്ട്രോൺ ഗണ്ണ് യൂസ് ചെയ്തിട്ട് ഇലക്ട്രോൺ ബീംസ് ആണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും ഒരു ഇലക്ട്രോൺ ബീമും എങ്ങനെയാണ് ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡിഫ്ലക്ഷൻ പ്ലേറ്റ്സ് വഴി നമ്മളെ TVയിലുള്ള പണ്ടത്തെ TVയിൽ എന്താണ് പിക്ചർ ട്യൂബ് എന്ന് പറയുന്ന സംഭവം എന്തായിരുന്നു, ഈ ഇലക്ട്രോൺ ബീമിൻ്റെയാണ്. അതിനനുസരിച്ചാണ് നമുക്ക് ഡിഫറെൻറ്റ് വീഡിയോസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്, TVയിൽ കാണാൻ പറ്റുന്നത്. അതേപോലെ തന്നെ ഈ ഇലക്ട്രോൺ ബീം ലിത്തോഗ്രാഫി എന്ന് പറയുമ്പോൾ അതിൻ്റെ കേസിൽ നമുക്ക് ഇലക്ട്രോൺ ബീമിന് എന്തിൻ്റെ ആവശ്യമില്ല, മാസ്കിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അപ്പം നമ്മൾ സ്കാനിങ് പ്രോസസ്സ് എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ് നമ്മൾ എന്ത് കിട്ടുന്നത്, നമുക്ക് പാറ്റേൺ നമ്മൾ എവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത്, നമ്മൾ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, നമ്മളുടെ വേഫറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റെസൊല്യൂഷൻ വളരെ കൂടുതലാണ്, പക്ഷേ എക്സ്പെൻസീവാണ്. അയൺ ബീം ലിത്തോഗ്രാഫി എന്ന് പറയുന്നതും
ഏകദേശം ഇതുപോലെ തന്നെയാണ് നമ്മൾ ഹൈ റെസൊല്യൂഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഇതിൻ്റെയും കേസിൽ നമുക്ക് എന്തിൻ്റെ ആവശ്യമില്ല, അയൺ ബീംസ് ആണ്, അതുകൊണ്ട് തന്നെ മാസ്കിൻ്റെ ആവശ്യമില്ല. നമ്മൾ മാസ്ക് ഇൻസ്റ്റെഡ് ഓഫ് മാസ്ക് വി ക്യാൻ ഏബിൾ ടു യൂസ് ദീസ് മെത്തേഡ്സ്. ഓക്കെ, ഇലക്ട്രോൺ ബീം ആൻഡ് അയൺ ബീം ലിത്തോഗ്രാഫി. ഓക്കെ, അപ്പം ദീസ് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോട്ടോ ലിത്തോഗ്രാഫി പ്രോസസ്സസ്: UV, എക്സ്റേ, ഇലക്ട്രോൺ ബീം, അയൺ ബീം ലിത്തോഗ്രാഫി. അപ്പം ഇവിടെ നിങ്ങൾ ഒരു ടേം നമ്മൾ കൺസിഡർ ചെയ്യണം. ഒരു ലിത്തോഗ്രാഫി പ്രോസസ്സ് എന്ന് പറയുമ്പോൾ ഫോട്ടോ ലിത്തോഗ്രാഫി, മെയിനായിട്ട് ഫോട്ടോ ലിത്തോഗ്രാഫി കൺസിഡർ ചെയ്യുമ്പോൾ UV ലൈറ്റ് ലിത്തോഗ്രാഫി, UV ലിത്തോഗ്രാഫി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേമാണ് ഡിഫ്രാക്ഷൻ. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. എപ്പോഴാണ് ഡിഫ്രാക്ഷൻ എന്ന് പറയുന്ന സംഭവം നടക്കുന്നത്? അതായത് നമ്മളുടെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ അപ്പർച്ചർ ഓർ സ്ലിറ്റ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ അപ്പർച്ചർ അല്ലെങ്കിൽ സ്ലിറ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ഡിഫ്രാക്ഷൻ നടക്കുക. ഇപ്പോൾ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും നമ്മളുടെ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഈസ് ലെസ് ദാൻ ദ സ്ലിറ്റ്. നമുക്കറിയാം, നിങ്ങളൊരു ഒരു ഒരു ചെറിയ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടി ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അവിടെ ഡിഫ്രാക്ഷൻ നടക്കുമോ എന്നുള്ളത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം ഡിഫ്രാക്ഷൻ നടക്കണമെങ്കിൽ എന്ത് വേണം? നമ്മളുടെ ലൈറ്റിൻ്റെ വേവ് ലെങ്ത് എന്താണ്? വിച്ച് ഈസ് ആക്ച്വലി ഗ്രേറ്റർ ദാൻ അവർ സ്ലിറ്റ്. സ്ലിറ്റിനേക്കാൾ എന്താണ് നമ്മളുടെ നമ്മളുടെ സ്ലിറ്റിൻ്റെ ലെങ്ത് കുറവാണെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? അവിടെ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നത് നടക്കുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക, വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഈസ് മച്ച് സ്മോളർ ദാൻ ദാറ്റ് സ്ലിറ്റ്. ഈ സ്ലിറ്റിനേക്കാളും നമ്മളുടെ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് കുറവായപ്പോൾ എന്ത് സംഭവിച്ചു? ലൈറ്റ് എന്ത് ചെയ്തു? സ്ട്രെയിറ്റ് ആയിട്ട് പാസ് ചെയ്തു. പക്ഷേ ഇവിടെ ഈ ഒരു കേസ് നോക്കുവാണെങ്കിൽ വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ഈസ് സ്മോളർ ദാൻ ദ സ്ലിറ്റ്, therefore the diffraction which is actually occurs, and this is actually diffraction pattern. നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും, ഇതിപ്പോൾ ഇതിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. അപ്പോൾ ഈ ഡിഫ്രാക്ഷൻ നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എന്ത് സംഭവിക്കുന്നത്? നമുക്ക് അവിടെ പാറ്റേണിനെ നമുക്ക് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റിയത്? നമ്മളുടെ ഫോട്ടോ റെസിസ്റ്റീവ് ലെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഡിഫ്രാക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ടേംസ് ആണ് ഫ്രഷ്നൽ ഡിഫ്രാക്ഷൻ ആൻഡ് ഫ്രാൻഹോഫർ ഡിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ രണ്ട് ടേംസ്. അപ്പം അതായത് നമ്മൾ കോണ്ടാക്ട് പ്രിൻറ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഫ്രഷ്നൽ ഡിഫ്രാക്ഷനാണ്. ഓക്കെ, അതായത് എന്താണ്? നമ്മൾ ഇമേജും അതായത് നമ്മളുടെ മാസ്കും നമ്മളുടെ കോണ്ടാക്ട് പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞില്ലേ, അതായത് മാസ്കും നമ്മളുടെ വേഫറുമായിട്ട് ക്ലോസ് കോണ്ടാക്റ്റ് ആണെങ്കിൽ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രഷ്നൽ ഡിഫ്രാക്ഷൻ നടക്കുക. അപ്പം ഇമേജും അതായത് നമ്മളുടെ മാസ്കും വിച്ച് ഈസ് ആൻഡ് ഇത് പാറ്റേൺ mask and wafer which is actually close contact with each other. In that case what happens? Fresnel diffraction which is actually occurs. Okay, that is Fresnel diffraction. And Fraunhofer diffraction which is actually occurs in the case of projection printing. That is actually far field diffraction. Here what we are actually doing means we are just placing our mask and wafer surface which is actually far from each other. Okay, therefore what happens? We need a lens to focus the light from the mask to the wafer. Okay, അപ്പോൾ ഇവിടെ നമ്മൾ ലൈറ്റ് നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങളോട്, ഇവിടെ നമ്മൾ ലെൻസ് യൂസ് ചെയ്യുന്നു. അപ്പം നിങ്ങൾ ബേസിക്കായിട്ട് ഇത് ജസ്റ്റ് പ്ലീസ് കണക്ട് ഇറ്റ് വിത്ത് അവർ കോണ്ടാക്ട് പ്രിൻറ്റിംഗ് ആൻഡ് പ്രൊജക്ഷൻ പ്രിൻറ്റിംഗ്. ഓക്കെ, Fresnel diffraction is in the case of contact printing. Fraunhofer diffraction which is actually happens in the case of projection printing. Okay, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ അതേ സംഭവം തന്നെ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ, ഇവിടെ കറക്റ്റായിട്ട് ഒന്നുകൂടെ കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. ഹിയർ വി ക്യാൻ സി കോണ്ടാക്ട് പ്രിൻറ്റിംഗ്, പ്രോക്സിമിറ്റി പ്രിൻറ്റിംഗ്, പ്രൊജക്ഷൻ പ്രിൻറ്റിംഗ്. ഓക്കെ, കോണ്ടാക്റ്റും പ്രോക്സിമിറ്റിയും അപ്രോക്സിമേറ്റ്ലി ക്ലോസ് കോണ്ടാക്ട് തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം Fresnel diffraction which is actually happens in the case of contact and proximity systems. Okay, near field diffraction ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, here what they are actually doing means this is actually this is actually മാസ്കിൽ നിന്നും നമ്മളുടെ ഫോട്ടോ റെസിസ്റ്റീവ് ലെയറിലേക്ക് നമ്മളുടെ പാറ്റേൺ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പം കോണ്ടാക്ട് പ്രിൻറ്റേഴ്സിൽ ജസ്റ്റ് മാസ്കും നമ്മളുടെ
ഫോട്ടോ റെസിസ്റ്റീവ് ലെയറും തമ്മിൽ ക്ലോസ് കോണ്ടാക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ കോണ്ടാക്ട് പ്രിന്റിംഗ് എന്ന് പറയും. പക്ഷേ പ്രൊജക്ഷൻ പ്രോക്സിമിറ്റി പ്രിന്റിംഗ് കോണ്ടാക്ട് ബാർ പ്രോക്സിമിറ്റി ആണ് നമ്മൾ പറഞ്ഞ്. അതിൻ്റെ കേസിൽ ഏകദേശം ക്ലോസ് കോണ്ടാക്ട് തന്നെയാണ്. ഏകദേശം 5 to 25 മൈക്രോമീറ്റർ മാത്രമേ നമ്മൾ അത്രത്തോളം മൈക്രോമീറ്റർ കോണ്ടാക്റ്റ് ആണ്. അതായത് അപ്രോക്സിമേറ്റ്ലി ക്ലോസ് കോണ്ടാക്ട് വിത്ത് ദ മാസ്ക് ആൻഡ് ദ wafer surface which is actually close contact with each other in the case of proximity printing. And if you are just considering projection printing, okay, ഇതും കൂടെ പറഞ്ഞ് നിർത്തിക്കോളാം, സമയമായി തോന്നുന്നു അല്ലേ. ഓക്കെ, പ്രൊജക്ഷൻ പ്രിന്റിങ്ങിൻ്റെ കേസിൽ കാണാൻ പറ്റും, യു ക്യാൻ സി we are just using this is actually far field diffraction. Therefore we are Fraunhofer diffraction, which is actually happened in the case of projection printing. Here in between the mask and the substrate we are just using എന്താണ് ലെൻസ്. ഇപ്പോൾ ലെൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലെൻസ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു ഫോക്കസ് ദ ലൈറ്റ് ടു ദ വേഫർ സർഫേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ന് പറയുന്ന ടേം ഉണ്ട്. എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളുടെ പാറ്റേൺ ട്രാൻസ്ഫർ ചെയ്യുന്നത്? ന്യൂമറിക്കൽ അപ്പർച്ചറിനെ നമ്മൾ കണ്ടുപിടിക്കുന്നത് എൻ സൈൻ ആൽഫ എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തിട്ടാണ്. ആൽഫ ഈസ് ദ 1/2 the angle of acceptance objective and lens. N is the refractive index of the media between objective and water. അപ്പോൾ ഇതൊന്നും ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കണ്ട. അപ്പം എന്താണ് പ്രൊജക്ഷൻ പ്രിന്റിംഗ് എന്ന്